ഇന്നലെ രാത്രി ഗിരി എവിടെയാ താമസിച്ചേ? എവിടെയെങ്കിലും താമസിച്ചല്ലേ പറ്റൂ. എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഗിരിയോട്? തെറ്റ് ചെയ്തത് ഞാനാ. അച്ഛൻ മരിച്ചപ്പോ ആ വീട്ടിൽ കയറി താമസിക്കാൻ പാടില്ലായിരുന്നു. കഷ്ടപ്പെടുമായിരുന്നു. എങ്കിലും ഇങ്ങനൊരു അപമാനം സഹിക്കേണ്ടി വരില്ലായിരുന്നു. ഇതിന്ന് ഞാനൊരു പാഠം പഠിച്ചു. ബന്ധങ്ങളെന്നൊക്കെ പറയുന്നത് വെറുതെയാ. നമ്മൾ ആരുടെങ്കിലുമൊക്കെ ഔദാര്യം പറ്റിയാൽ ഇന്നല്ലെങ്കിൽ നാളെ കണക്ക് പറയേണ്ടി വരും. അത് ആരായാലും പറയേണ്ടി വരും. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇന്നലെ ഏട്ടൻ മദ്യപിച്ചിരുന്നു, അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞത്. ബോധമില്ലായിരുന്നു. നീലിനെ ന്യായീകരിക്കുകയാണോ ഏട്ടത്തി? ഓ, ഏട്ടത്തി അവന്റെ ഭാര്യയാണല്ലോ അല്ലേ? അപ്പോ ന്യായീകരിച്ചല്ലേ പറ്റൂ. വേറെന്തെങ്കിലും പറയാനുണ്ടോ? അത് ഞാൻ വന്നത് ഗിരിയെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിട്ടാ. ആ വീട്ടിലേക്കോ? ഞാനോ? ഇല്ല ഏട്ടത്തി, അത് നടക്കില്ല. തിരിച്ചു വന്നാ ഇനി അവന്റെ വായിലിരിക്കുന്ന കേൾക്കേണ്ടി വരും. എന്തിനാ അത്? ഞാനെന്തിനാ അവനെയൊക്കെ സഹിക്കുന്നത്? മാത്രമല്ല, ആ വീട്ടിൽ നിൽക്കാൻ ഒരു താല്പര്യം എനിക്കിപ്പോ തോന്നുന്നില്ല. ഏട്ടത്തിയോട് അവൻ പെരുമാറുന്ന കാണുമ്പോ സ്വന്തം ഭാര്യയാണെന്ന പരിഗണനയൊന്നും തരണ്ട. ഒരു മനുഷ്യജീവനല്ലേ, ആ കാരണമെങ്കിലും കാണിച്ചൂടെ? ഞാൻ എല്ലാം സഹിക്കാൻ തയ്യാറാ ഗിരി. എന്റെ വിധി ഞാൻ അനുഭവിച്ചല്ലേ പറ്റൂ. ആയിക്കോ, ആരെന്ത് വേണമെങ്കിലും ആയിക്കോ. പക്ഷെ അതൊന്നും കണ്ടു നിൽക്കാൻ എന്നെ ആരും പ്രതീക്ഷിക്കണ്ട. അങ്ങനെ പറയരുത്. തിരിച്ചു കൊണ്ടു ചെല്ലാന്ന് വാക്കു പറഞ്ഞിട്ടാ ഞാൻ പോകുന്നത്. അവിടെ എല്ലാരും വലിയ വിഷമത്തിലാ. നീലും? അതെ. എന്തിനാ ഏടത്തി നുണ പറയുന്നത്? ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലോ നീലിനെ. ആയിരിക്കാം. പക്ഷെ ആ മനസ്സ് ശരിക്കും സങ്കടപ്പെടുന്നുണ്ട്. ഏട്ടൻ മാത്രല്ല, എല്ലാവരും. ഏറ്റവും ദുഃഖം എനിക്കാ. എന്റെ അനിയനാ ഗിരി. സ്വന്തം അനിയൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ ഒരു സഹോദരി എങ്ങനെ അത് സഹിക്കും? ഗൗരി സഹിക്കുന്നതോ? ഗൗരിയുടെ കാര്യമൊന്നും എനിക്കറിയില്ല. ഞാൻ കാരണം ആ കുടുംബം തകരരുത്. ഞാൻ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നോ നിങ്ങൾ എല്ലാവരും കഴിഞ്ഞിരുന്നത്, അതേപോലെ തന്നെ ഇനിയും ജീവിക്കണം, സന്തോഷത്തോടെ. ഞാനവിടെ എത്ര കാലം ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. മനുഷ്യന്റെ കാര്യമല്ലേ, ആർക്കാ എന്താ സംഭവിച്ചു കൂടാത്തത്? പക്ഷേ നിങ്ങൾ എന്നും ഒരുമിച്ചുണ്ടാവണം. അപേക്ഷയോ? പറ്റില്ല എന്ന് പറയരുത്. ഏട്ടൻ കാരണം എന്തെങ്കിലും മനോവിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏട്ടന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. എല്ലാം മറന്ന് ഗിരി നീ തിരിച്ചു വരണം. വേണമെങ്കിൽ ഞാൻ കാലു പിടിക്കാം. കാണണമെന്ന് പറഞ്ഞ് ഏട്ടത്തി വിളിച്ചപ്പോഴേ ഞാൻ ഈ അപകടം മണത്തിരുന്നു. ഞാൻ തോറ്റുപോകുന്നത് എവിടെയാണെന്നറിയോ? ഏട്ടത്തി ഇപ്പൊ കാണിച്ചില്ലേ, അതുപോലെയുള്ള കളങ്കമില്ലാത്ത സ്നേഹത്തിന് മുമ്പിലാ. നമ്മൾ തമ്മിൽ കാണാതിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇതിപ്പോ ഏട്ടത്തിയുടെ മുഖത്ത് നോക്കി എങ്ങനെയാ പറ്റില്ലെന്ന് പറയാ? താല്പര്യമില്ലെങ്കിൽ പോലും ഞാൻ തിരിച്ചു വരാം. പിന്നൊരു കാര്യം, ഞാൻ വരുന്നത് അത് അവനെ ഓർത്തിട്ടൊന്നും അല്ല, ഏട്ടത്തിയെ ഓർത്തിട്ടാ. ഏട്ടത്തിയെ ഓർത്തിട്ട് മാത്രമാ. എന്ന് വെച്ച് ഇന്നലെ ഉണ്ടായതുപോലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാനാ നീലിന്റെ പ്ലാനെങ്കിൽ പിന്നെ ഈ ഗിരി ആ വീട്ടിലുണ്ടാവില്ല. ആര് നിർബന്ധിച്ചാലും ഇറങ്ങും, എന്നേക്കുമായി. ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്റെ മനസ്സ് അങ്ങനെയാ പറയുന്നത്. ശരി, എടുത്തി പൊയ്ക്കോ, ഞാൻ എത്തിക്കോളാം.